വെൽക്കം ബാക്ക് ടു സ്വഭാവ വ്ളോഗ്സ്. അപ്പം നമ്മൾ ഈ ഒരുങ്ങിക്കെട്ട് നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാലോ, ബസുൻ്റെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം രാവിലെ ഇത് വിഷുവിൻ്റെ അന്നാണ് കേട്ടോ നമ്മളെടുത്തത്. അപ്പം രാവിലെ തന്നെ കണി കാണിച്ചതിൻ്റെ ഒരു കലിപ്പിലാണ് വസു. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് കണി കാണിച്ചു. പിന്നെ പോരാത്തതിന് അപ്പോഴേ തന്നെ വസുവിനെ റെഡിയാക്കി. വസുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ വസു കലിപ്പൂണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഒരുവിധം റെഡിയാക്കിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഈ മുപ്പാലം ഈ കാണുന്ന സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നത്. നല്ല സൺറൈസ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഹിലാൽ. അപ്പോൾ ചേട്ടൻ നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ട് തൊട്ട് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത് ചേട്ടനാണ് കേട്ടോ. അപ്പം എൻ്റെ കോളേജിലെ സീനിയർ ആയിരുന്നു ചേട്ടൻ. അപ്പം നമ്മൾ വസുൻ്റെ ബർത്ത്ഡേയുടെ എന്താവശ്യം വന്നാലും നമ്മൾ ചേട്ടനാണ് വിളിക്കാറ്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ വന്ന് നിന്ന്. പക്ഷേ വസു ഒട്ടും തന്നെ കോപ്പറേറ്റീവ് ആയിരുന്നില്ല. വസു ഭയങ്കര ബഹളമായിരുന്നു. വസുവിന് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈഡിൽ ഞാൻ കൊണ്ട് നിർത്തി ഒന്ന് സെറ്റാക്കാന്ന് വെച്ചിട്ട് താഴെ കുറേ കനാലിൽ മീൻ കിടപ്പുണ്ടായിരുന്നു. ആ മീനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇവൻ ഒരുവിധം സെറ്റാവും. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഗ്യാപ്പിട്ട് മാറി നിന്നു. പക്ഷെ അവൻ ഒരു വിധത്തിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇവൻ അപ്പുറത്തെ കരയിൽ കൊണ്ടുപോയി നിർത്തി. വസു അവിടെ മീനുണ്ട്. പക്ഷെ കാരണം അവിടെ നല്ലൊരു സ്പോട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കൊച്ചു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ബീച്ചിൽ വെച്ചായിരിക്കും ഫോട്ടോ എടുക്കണേന്ന്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ബീച്ചെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇവൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ പറ്റൂല, അവന് ബീച്ചിൽ തന്നെ പോകണമെന്ന്. പിന്നെ നമ്മൾ ഇതാണ് ഓമനപ്പുഴ എന്ന് പറയുന്നൊരു ബീച്ചിലേക്ക് വന്നു കേട്ടോ. ആളും ബഹളമൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ ഇവൻ അവിടെയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിൽ. പിന്നെ വെള്ളത്തിലിറങ്ങാം എന്ന് പറഞ്ഞപ്പം ഒരുവിധം സമാധാനപ്പെട്ടു. അപ്പം അവൻ്റെ ഷൂസും ഉടുപ്പും എല്ലാം ഊരിയിട്ട് അവൻ അവിടെ പോയി നിൽക്കണം എന്ന്. അങ്ങനെ വാശി പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ചറക്കല്ലേ, കല്ലാണ്. പിന്നെ ഒരുവിധം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ മൈൻഡ് മാറാൻ തുടങ്ങി. പിന്നെ ഒരു സ്ഥലത്തിരുന്ന് മണ്ണ് കുഴിക്കലായിരുന്നു. പിന്നെ മണ്ണ് കുഴിക്കുകയാണെങ്കിലും മണ്ണ് കുഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് വിട്ട്. പക്ഷെ ദേഹത്ത് മുഴുവൻ അഴുക്കാണ് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത് കൊച്ച്. പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ 2 ഫോട്ടോ കിട്ടിയാലായില്ല എന്ന് പറഞ്ഞ് നമ്മളിത് പിന്നെ വിട്ടുകൊടുത്തവന്. പിന്നെ വീണ്ടും കുറച്ച് വയലൻ്റായി. അതിനുശേഷം നമ്മൾ 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോയി ഫോട്ടോയ്ക്കും വീഡിയോ ഒക്കെ എടുത്തപ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചൊന്ന് അവൻ സെറ്റായി. അതിനുശേഷം ആ ഉടുപ്പെല്ലാം നശിപ്പിച്ചായിരുന്നു. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു ജോഡിയോട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഇതുപോലൊരു അവിടെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ കല്ലൊക്കെ എറിഞ്ഞ് അങ്ങനെ അവൻ നിൽക്കുള്ളൂ. അല്ലാണ്ട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യണില്ല കൊച്ച്. ഞാൻ വിചാരിച്ചു ഇതിലും ചെറുതായിരുന്ന സമയത്ത് അവൻ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് അവന് ഉറക്കം ശരിയല്ല. അതായിരുന്നു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ.
പിന്നെ ഒരു വിധത്തിൽ അവനെ ശരിയാക്കി നമ്മൾ നിർത്തി. പിന്നെ അതിന് ശേഷം അവിടെ കിടന്നോലയും മടലും ഒക്കെ വാരിപ്പറക്കി എടുത്തുകൊണ്ടാണ് ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഇവൻ പോണത്. ചേട്ടായതുകൊണ്ട് കൊള്ളാം, വേറെ വല്ലവരാണ് ഇട്ടെറിഞ്ഞിട്ട് പോയേനെ. അത്ര ക്ഷമയുടെ നെല്ല് പലകയും വന്നിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവ ഒരു വിധത്തിൽ കോപ്പറേറ്റ് ചെയ്യില്ല, കരച്ചില്, പിന്നെ ഒരിടത്ത് നിൽക്കൂല, ഓട്ട ഫുൾ ഓട്ടത്തിന്റെ പോസസ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവന്റെ ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഏട്ടൻ്റെത് എടുത്തു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇന്നെടുത്തു. പിന്നെ നമ്മുടെ ഒരു റീല്, ഇത് സ്പോട്ടിൽ ചെയ്ത് എനിക്ക് അങ്ങനെ റീൽ എടുക്കണം എന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഇങ്ങനെ എടുക്കാമെന്ന് തോന്നി ലാസ്റ്റ് മിനിറ്റിൽ. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഒരുവിധം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുമാ വ്ലോഗ്സ്.